ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മളൊരു 10 ഡേയ്സ് മുമ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പം റീൽസൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസൈഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് കിടക്കുന്നത് ഫുജൈറയിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഷാർജ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ആണ് ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു 1.25 ഒക്കെ ഏകദേശം റൗണ്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ്. അപ്പം അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഒരു ഗിവ് അവേ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ റിസൾട്ട് എന്നാണ് എന്നൊക്കെ. അപ്പം നമുക്കറിയാമല്ലോ, മാർച്ച് 1 മുതൽ 14 വരെ ആയിരുന്നു നമ്മുടെ ആ ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നത്. അപ്പോൾ മാർച്ച് 14 വരെ ഉള്ളത് കൊണ്ടാണ് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ. അപ്പോൾ അത് കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് തന്നെയായിട്ട് ഞാനിത് ജസ്റ്റ് അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം പനിയൊക്കെ കിട്ടി സൈഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ നോക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും കുറച്ച് ക്രിട്ടിക്കായിട്ട് തന്നെയായിരുന്നു പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും അത് റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഗിവ് അവേ അപ്ഡേഷൻ നമ്മുടെ ഇപ്പോൾ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർച്ച് 1 മുതൽ 14 വരെയാണ്. അപ്പോൾ അതിനുശേഷം പങ്കെടുക്കുന്നവർക്കൊന്നും ഇതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് വരെ ഉള്ളവരാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക മാർച്ച് 21-നാണ്. അപ്പം അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഇതുവരെ ഇത്രയും കമൻസ് ഒന്നും ഒരു വീഡിയോക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആ ഒരു ഗിവ് അവേൻ്റെ വീഡിയോ ഇട്ട സമയത്താണ് ഇത്രയും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, എനിക്ക് ഇത്രയും എന്താ പറയുക നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ 5 പേരാണ് നമ്മുടെ വിന്നേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ ഒന്നൊന്നുമല്ല, 5 വിന്നേഴ്സാണ്. അപ്പോൾ 5 വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണെന്ന് ഉള്ളത് ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ അത്രയും ഫോളോ ചെയ്യുന്ന നമ്മളെ ജെന്യുവിൻ സബ്സ്ക്രൈബറിന് തന്നെ ആ ഒരു ഗിഫ്റ്റുകൾ കിട്ടട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഗിവ് അവേനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ. പിന്നെ ഇത് നമ്മളെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഫുജൈറയ്ക്കൊക്കെ പോകുന്ന വഴി റോഡ് സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് കാർപ്പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഷോപ്സ് കാണാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് കാർപ്പറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതായിരുന്നു. അപ്പം അങ്ങനെ നമ്മളൊരു കാർപ്പറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓരോ സൈസിനൊക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 150, 200 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കാർപ്പറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ കാർപ്പറ്റ് മാറ്റാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചു. അങ്ങനെ നമ്മളിപ്പം ആ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. ഈ ഒരു പ്ലേസ് സംഭവം എന്താ വെച്ചാൽ ഗ്രീസിലെ ആ ഒരു തീമൊക്കെ അല്ലേ, ഇപ്പം ബ്ലൂവും വൈറ്റും ഒക്കെ ഉള്ള ആ ഒരു തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കഫേ ടൈപ്പ് പ്ലേസാണ്. ഒരു കഫേ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ ആ ഒരു ഗ്രീസ് ടൈപ്പ് തീമിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പോട്ട് ഉണ്ട് അവിടെ. അതാണ് മെയിൻ അവിടുത്തെ ഒരു അട്രാക്ഷൻ കേട്ടോ. ഒരുപാട് വലിയ പ്ലേസോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ആ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇതുപോലെ ബോർഡും ഡയറക്ഷൻ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഇതുപോലെ എന്താ പറയുക, കുറച്ചൊരു കട്ട് റോഡ് ടൈപ്പ് റോഡിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോവേണ്ടത്. അപ്പം ഇത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. സാൻഡോറിനി ഫുജൈറ എന്നൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണാൻ പറ്റും. ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ലൊക്കേഷൻ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കയറ്റവും എന്താ പറയുക, ഈ കട്ട് റോഡൊക്കെ പോലെ അങ്ങനത്തെ ടൈപ്പ്, എന്നാലും വണ്ടിയൊക്കെ പോവും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പ്ലേസിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. അപ്പം ഒരുപാട് വലിയ പ്ലേസാണെന്നൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ചെറിയൊരു കഫേ ടൈപ്പ് പ്ലേസാണ്. നമുക്ക് മെയിൻ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ കുറച്ച് സ്പോട്ടൊക്കെ കിട്ടും. പിന്നെ ഒരു ഗ്രീസ് ടൈപ്പ് ടച്ചൊക്കെ കിട്ടും. അങ്ങനെയാണ് മെയിൻ എന്താ പറയുക
മെയിൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മളിതാ ഏകദേശം ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരുപാട് വലുതൊന്നുമല്ല, ഒരു 4-5 വണ്ടി വെക്കുന്ന അത്രയ്ക്ക് അവിടെ തിരക്കുണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയ സമയത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പം ഇവിടെ ഉള്ള ഫീ എന്ന് പറയുന്നത് പെർ പേഴ്സൺ 10 ദിർഹംസ് ആണ്. പിന്നെ കിഡ്സിന് ഫ്രീ ആണ്. പിന്നെ ഏജ് ലിമിറ്റ് എത്ര എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കയറുന്ന ആ ഒരു സൈഡിൽ തന്നെ ഒരു ഈ ക്യാരം ബോർഡൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോയും സാൻറ്റോറിനി UAE എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളൊരു സംഭവം കാണാം. അപ്പം അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കൊടുത്താൽ അവരുടെ ഒരു പേജ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്പോട്ട് ഉണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മരിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഫുൾ ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു 2 സെക്ഷനായിട്ടാണുള്ളത്. ഇപ്പോൾ ഒരു മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മല പോകാനുള്ള സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത പോലെയാണ്. അപ്പോൾ താഴെയുള്ള ഒരു ഏരിയ ആണിത്. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇത് നമ്മൾ കയറി വരുന്ന ആ ഒരു പ്ലേസിലുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ താഴ്ന്ന സ്റ്റെയർ ജസ്റ്റ് കയറി വന്നാൽ പിന്നെ കാണുന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അവിടെ അറബിയിലാണ് എഴുതി വെച്ചത്, അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവിടുന്ന് ഒരു കുറച്ച് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ചെറിയൊരു പെറ്റ്സ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പെറ്റ്സൊക്കെ ആയിട്ട് റാബിറ്റ് ഉണ്ട്, ഷീപ്പ്, പിന്നെ കോഴിയുണ്ട്, ആട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 നമ്പേഴ്സ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇതാണ് നമ്മുടെ റാബിറ്റിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ. പിന്നെ മക്കൾ കുറേ നേരം അതിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കോഴിയും ആടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സൺഫ്ലവറിൻ്റെ കുറച്ച് സൺഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ സൺഫ്ലവറൊക്കെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ നേരിട്ട്. പിന്നെ ഇതുപോലൊരു ഹേർട്ടിൻ്റെ സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് കപ്പിൾ ഫോട്ടോ എടുത്തു. നല്ല രസമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളവിടെ പോയി വന്നേരെ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ തോന്നിട്ടോ ഇവിടെ വന്നിരുന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സെക്ഷനാണിത്. ഞാൻ പറഞ്ഞില്ല മുകളിൽ ഒരു ഏരിയ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് താഴെ കാണുന്നത്. അപ്പം ഇവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ പോരാത്തതിന് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം, അങ്ങനെയുള്ളൊരു ഏരിയ ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് പോയിരുന്ന സമയത്ത് അവിടെ താങ്ക് യു ഫോർ ചൂസിങ് സാൻറ്റോറിനി UAE എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേ മറക്കണ്ട. അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ മുമ്പത്തെ ഗിവ് അവേ വീഡിയോ പോയി നോക്കുക. അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു.